മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ ചെലവ് വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ യുക്തിക്ക് നിരക്കാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. SDRF മാനദണ്ഡങ്ങളുമായി ഒത്തുപോകുന്നതല്ല കണക്ക്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുക കൂടി തടയുന്ന തരത്തിലാണ് മെമ്മറാണ്ടം തയ്യാറാക്കിയതെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മൃതദേഹം വെച്ച് വിലപേശരുതെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. എന്നാൽ തെറ്റായ പ്രചാരണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും MB രാജേഷും കുറ്റപ്പെടുത്തി. SDRF നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് ഇത് സമർപ്പിക്കേണ്ടത്. SDRF നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല. മാത്രമല്ല, ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എവിടെയാണ് തയ്യാറാക്കിയത്? വളരെ നന്നായി ശ്രദ്ധയോടുകൂടി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയാൽ ഉറപ്പായി ഇതിനേക്കാൾ കൂടുതൽ തുക കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ന്യായമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. എന്തായാലും ഇതിൽ വലിയ അപാകതയുണ്ടായി, വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിച്ചു. ഇത് ആരാണ് ഇതിന് ഉത്തരവാദികൾ, ഇങ്ങനെ കൊടുക്കാൻ ഉത്തരവാദികൾ അവരാരാണ് എന്ന് അന്വേഷിച്ച് അവർക്കെതിരായി നടപടി സ്വീകരിക്കണം. ഈ കണക്ക് തികച്ചും ദൗർഭാഗ്യകരമാണ്. ഒരു ബോഡി സംസ്കരിക്കാൻ 75,000 രൂപ എന്നൊക്കെയുള്ള കണക്ക് ആ മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കളെ പോലും അപമാനിക്കുന്നതാണ്. മൃതശരീരം വെച്ചിട്ട് വില പേശുന്നത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല. അതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. കേന്ദ്രത്തിന് കണക്ക് കൊടുക്കുമ്പോൾ ആ കണക്ക് ഊതി പെരുപ്പിച്ച കണക്കാവരുത്. സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് എത്ര കോടി ലഭിച്ചു, എത്ര കോടി വയനാട്ടിന് വേണ്ടി ചെലവാക്കി, ഇതിൻ്റെ വ്യക്തമായൊരു കണക്ക് പുറത്തുവിടാൻ സർക്കാർ മടിച്ചാൽ ഇനി ഏതൊരു കാര്യം വന്നാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും പൈസ കൊടുക്കാത്ത അവസ്ഥയുണ്ടാവും. പ്രധാനമന്ത്രി വന്നു പോയിട്ട് 1 മാസം കഴിഞ്ഞില്ലേ? ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് കാശ് പോലും എന്തുകൊണ്ട് കേന്ദ്രം തന്നില്ല? അപ്പോൾ കേരളത്തിനെ വിമർശിക്കുമ്പോൾ കേന്ദ്രം ചെയ്യുന്നതിനോടും 1% പോലും യോജിക്കാൻ കഴിയുന്നില്ല. ഈ കാര്യത്തിൽ 1-ാം പ്രതി മുഖ്യമന്ത്രിയും 2-ാം പ്രതി പ്രധാനമന്ത്രിയാണ്. മൂർച്ചയുള്ള ആയുധ പ്രയോഗമാണ്. ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കുക, മറുഭാഗത്ത് ഞാനീ പറഞ്ഞതുപോലെ ഇന്ന കാരണത്താലാണ് കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതെന്നുള്ള പ്രചരണം നടത്തുക. ഇതിനു വേണ്ടിയുള്ള ശ്രമമാണ്. എന്നാൽ ഒന്ന് ഞങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾ ഈ റീബൗണ്ട് എന്ന് കേട്ടിട്ടില്ലേ? ഈ അസംബന്ധവും അസത്യവും ആദ്യം എറിഞ്ഞാൽ അത് തിരിച്ചു വരും. തുടക്കത്തിൽ ഒരു ചെറിയ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവും, എന്നാൽ അത് തിരിച്ചു വരും. ആർക്ക് നേരെയാണോ പ്രയോഗിച്ചത് അവർക്കൊപ്പം സമൂഹം നിൽക്കും. മുഖ്യമന്ത്രി ഇന്നലെ സംശയാതീതമായിട്ട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തെറ്റായ വാർത്തയാണ് വന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്നതോടുകൂടി ഇനി ഒരു സംശയത്തിനും അടിസ്ഥാനമില്ല. അത്തരമൊരു നിരുത്തരവാദപരമായിട്ടുള്ള വാർത്ത ഉണ്ടാക്കിയിട്ടുള്ള നാടിനുണ്ടാക്കിയിട്ടുള്ള ക്ഷതം വളരെ വലുതാണ്. തെറ്റാണെന്ന് ഉറപ്പുള്ള വാർത്തയുടെ മുകളിൽ സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളുമായി ചാടി വീഴുക, അത് തെറ്റാണ് എന്ന് തെളിയുമ്പോൾ വേറൊരു ആക്ഷേപവും ആരോപണവുമായിട്ട് വരിക, ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഉയരേണ്ട ചർച്ചയും ചോദ്യവും എന്താണ് കേന്ദ്രം ഈ മേപ്പാടി ദുരന്തത്തിന് ഇരയായവർക്ക് സഹായം നൽകാത്തത് എന്ന ചോദ്യമല്ലേ? നിങ്ങൾ ഇടതുപക്ഷത്തോടുള്ള പക തീർക്കുന്നത് ദുരന്തത്തിനിരയായ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടാവരുത് എന്ന് മാത്രം എനിക്ക് അഭ്യർത്ഥിക്കാറുണ്ട്. ദുരന്തത്തിലായവരുടെ ശവത്തിൽ കുത്തുകയാണെന്നാണ് പറയുന്നത് പ്രതിപക്ഷം. അലമീനുണ്ട് വിവരങ്ങളുമായി. അലമീൻ, ഇപ്പോൾ ഇന്നലെ BJP സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. കോൺഗ്രസ് ഒരു ദിവസം വൈകി ഇന്ന് അതിന്മേൽ പ്രതികരിക്കുമ്പോൾ സർക്കാർ ഇതിൽ വീഴ്ച വരുത്തി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനാണോ പ്രതിപക്ഷ നേതാവ് കൂടുതൽ വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഇതിൽ കേന്ദ്രം പണം നൽകിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇത് ചെലവഴിച്ച തുകയല്ല എന്നുള്ള വിശദീകരണം ചീഫ് സെക്രട്ടറിയിൽ നിന്നും വരികയും ചെയ്തിരിക്കുന്നു. സ്മൃതി, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ പല സാഹചര്യങ്ങളുണ്ടായെങ്കിലും സർക്കാരിനെ വിമർശിക്കാതെ വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സഹകരിച്ചു പോകുന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ഇതുവരെയും പറഞ്ഞിരുന്നത്. പക്ഷേ പുതിയ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഒരു ദിവസം വൈകിയാണെങ്കിലും പ്രതിപക്ഷം പ്രതികരിക്കുമ്പോൾ ആ പണം, പുറത്തു വന്ന കണക്കുകളിൽ ആ പണം അവിടെ ചിലവഴിച്ചതായിട്ട് പ്രതിപക്ഷം ആരോപിക്കുന്നില്ല. കേന്ദ്രത്തിന് നൽകാനും തയ്യാറാക്കിയ മെമ്മോറാണ്ടം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം മുഖവിലക്കെടുക്കുന്നുണ്ട് പ്രതിപക്ഷം. പക്ഷേ ആ മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്, അപാകതകളുണ്ട് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെയും മറ്റും വിശ്വാസ്യത തകർക്കുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇപ്പോഴത്തെ മെമ്മോറാണ്ടം തയ്യാറാക്കിയത് മാറി എന്നുള്ള ഒരു രാഷ്ട്രീയ ആരോപണവും ആയുധവും തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തിലൂടെ സർക്കാരിനെതിരെ തൊടുത്തുവിടുന്നത്. ഇത് മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്ന് പണം പലപ്പോഴും പല ഘട്ടങ്ങളിലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തോട് കേന്ദ്രം ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തയ്യാറാക്കി സമർപ്പിച്ച
സമർപ്പിച്ചിരിക്കുന്ന ഈ മെമ്മോറാണ്ടം അത് ലഭിക്കാനുള്ള പണത്തെ കൂടി തടയുന്ന തരത്തിലേക്ക് മാറും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണവും ആക്ഷേപവും. ഇക്കാര്യത്തിൽ ഉത്തരവാദപ്പെട്ടവർക്കെതിരെ നടപടി വേണമെന്ന് കൂടി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഈ വിഷയം അത് സർക്കാരിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരം മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യില്ല. പക്ഷേ എന്ത് താല്പര്യത്തിലാണെങ്കിലും അതിന്റെ പേരിൽ നടപടി വേണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിലും പ്രതിപക്ഷം രാഷ്ട്രീയ ആക്ഷേപവും ആരോപണവും അത് ശക്തമായി തന്നെ മുന്നോട്ട് ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം പ്രതിപക്ഷത്തിന്റെ ആരോപണം രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ളതാണ് എന്നുള്ളൊരു പ്രതിരോധമാണ് ഭരണപക്ഷം തീർക്കുന്നത്. BJP സംരക്ഷിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ ഫണ്ട് ലഭിച്ചിട്ടില്ല, മുൻകൂർ തുക പോലും കേന്ദ്രം നൽകിയിട്ടില്ല. അപ്പോൾ കേന്ദ്രത്തെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. അങ്ങനെ കേന്ദ്രം പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംരക്ഷണ കവചം എന്ന നിലയിലാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ ആയുധമാക്കുന്നത് എന്നുള്ളൊരു പ്രതിരോധമാണ് ഭരണപക്ഷം ഉന്നയിക്കുന്നത്. ഏതായാലും സുജയ, ഏതായാലും സ്മൃതി, ഏതാണ്ട് 2 മാസമാവാൻ പോവുകയാണ് ഈ മേപ്പാടി മുണ്ടക്കൈ ചുരൽമല ദുരന്തമുണ്ടായിട്ട്. അന്ന് തൊട്ട് ഇതുവരെയും ഒരുപക്ഷെ സർക്കാരും പ്രതിപക്ഷവും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ തോളോട് തോൾ ചേർന്ന് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയ ആരോപണത്തിന്റെയും വ്യത്യസ്ത ശബ്ദങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കൈ